പിന്നെന്താ ചർച്ച ചെയ്യുക? അതിനാണല്ലേ? അതിനാൾ ഇതിൽ പറഞ്ഞാൽ മതിയല്ലോ, ചർച്ച ഉണ്ടല്ലോ. നിങ്ങളിത് പിടിച്ചു പിടിക്കുന്ന ഒരാൾ പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങൾ ഇവിടുന്ന് കേട്ടാലും മതിയല്ലോ. ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ചർച്ച എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഏതാണ് ഒരു നല്ല രൂപത്തിലെത്തുന്നതിൽ ചർച്ച എന്ന് പറയല്ലേ, അതിലേക്ക് വരണമല്ലോ. ചർച്ചയ്ക്ക് വിളിക്കാന്ന് പറയുകയും തീരുമാനത്തിൽ പിന്നോട്ടില്ല എന്ന് പറയുന്നത് ഒരു പരിഹാസമല്ലേ? എന്നു പറയണ്ട, നമ്മളിപ്പം പിന്നെ ചർച്ചയ്ക്ക് വിളിക്കട്ടെ, അപ്പം ഉണ്ടാവില്ലേ രൂപം. ചർച്ച വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കട്ടെ, അപ്പം നമുക്ക് പോവാം. നമ്മൾ തയ്യാറാണ് പോകാൻ. അതെന്താ മൂപ്പരെ ശൈലി ആയിരിക്കും, അത് നമുക്കറിയില്ല. മൂപ്പരോട് ചോദിക്കണം. നിങ്ങൾ മൂപ്പരെ കാണില്ലേ? കണ്ടു പറയാം, ചോദിക്കുക, അവരോട് ചോദിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ചയ്ക്ക് വിളിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ പോയിട്ട് എന്താക്കും, ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുകയാണെങ്കിൽ ഫലം ഉണ്ടാവും. ചർച്ച ചെയ്താൽ ഫലം ഉണ്ടാവുമല്ലോ. മനുഷ്യന്മാർ മുഖത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അതിനൊരു ഫലം കിട്ടും. അപ്പോൾ ചർച്ചയ്ക്ക് വരട്ടെ, ബാക്കി കാര്യം പിന്നെ പറയാം. ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെല്ലും, ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ. അതേ നമുക്ക് പറയാനുള്ളൂ. ചർച്ച ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുക്കരുത്. എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ വരുമ്പം, പ്രത്യേകിച്ച് വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയുന്നത്, അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട. അതൊരു ധിക്കാരപരമായ പോക്കായിരിക്കും. അതിൻ്റെ തിക്തഫലം അവരനുഭവിക്കേണ്ടി വരും, ആരായിരുന്നാലും. അത് ഗവൺമെൻറ് ജനങ്ങളെ വരട്ടാൻ നോക്കണ്ട, നമുക്കും പറയാം. ജനങ്ങളെ വരട്ടണ്ട പോരെ.